ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കും. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ ഏകദേശം 37 കമ്പനീസ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. റുപ്പീസ് ഓൾ ടൈം ഫോൾ ആയതുകൊണ്ട് തന്നെ IT കമ്പനീസിനും എക്സ്പോർട്ട് കമ്പനീസിനും അതിൻ്റെ ഗുണം കിട്ടി. എന്നാൽ മറ്റുള്ള കമ്പനീസിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അതല്ലെങ്കിൽ നിഫ്റ്റി ഫർദറായിട്ട് മൂവ് ചെയ്യുന്നില്ല. കാരണം FISൻ്റെ ഭാഗത്തു നിന്നുള്ള കനത്ത സെല്ലിങ് തന്നെയാണ് പ്രധാന കാരണം. ഇന്നലെയും FIS നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. ഇനി പക്ഷേ US നോക്കുകയാണെങ്കിൽ US ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനങ്ങൾ വരുന്നത് ഡിസംബർ 9-നാണ്. നാളെ നമ്മളുടെ ഇൻട്രസ്റ്റ് തീരുമാനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ US തീരുമാനങ്ങൾ വരുന്നത് ഡിസംബർ 9-നാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇന്നലെ US പേറോൾ ഡേറ്റ വന്നു. അപ്പോൾ പേറോൾ ഡേറ്റ ഡിക്രീസ് ആയത് ഈ ഇൻട്രസ്റ്റ് കട്ട് ചെയ്യും എന്നുള്ള ആ ഒരു ചിന്തക്ക് കുറച്ചും കൂടി ആക്കം കൂട്ടി US മാർക്കറ്റ് ഇന്നലെയും അവിടെ ശക്തമായ രീതിയിൽ റാലി രേഖപ്പെടുത്തി. കാണാം US മാർക്കറ്റ് ഏറ്റവും താഴെ ഇന്നലെ ക്ലോസായ നാസ്ഡാക്ക് പോസിറ്റീവായിരുന്നു. ഡോ 400 പോയിൻറ്റ്. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് FTSE CAC 40 ഡാക്സ് ജർമ്മൻ UK ഫ്രാൻസ് മാർക്കറ്റാണ്. മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉള്ളത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ജപ്പാൻ മാർക്കറ്റ് 553 പോയിൻ്റാണ് ഏറ്റവും താഴെ നിന്നുള്ള ഇതാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. എന്നാൽ കോസ്പി കൊറിയയും ചൈനയും നെഗറ്റീവാണ്. AX200 ഓസ്ട്രേലിയ ഫ്ലാറ്റാണ്. ഗോൾഡ് ഇന്നും $8 ഉയർന്ന് $4212 ആയിട്ടുണ്ട്. XAU/USD ആണ് ഗോൾഡ് ഉള്ളത്. ബിറ്റ്കോയിൻ കാണാം $1200 ഉയർന്ന് $93,000 ആയിട്ടുണ്ട്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ഫ്യൂച്ചർ 40 പോസിറ്റീവാണ്. നിഫ്റ്റിയുടെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ക്ലോസ് 26,740 നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 26,087 എന്ന നിലയിലാണ്. അതായത് വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്നാൽ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികൾ പെർഫോമൻസ് IT കമ്പനീസിൽ ഇന്നലെയും നമുക്ക് പോസിറ്റീവായിരുന്നു. ഇൻഫോസിസും വിപ്രോയും അവിടെയും പോസിറ്റീവാണ്. ICICI HDFC ഇന്നലെയും നമുക്ക് പോസിറ്റീവായിരുന്നു, അവിടെയും പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ട്രിഗർ ചെയ്യുന്ന ന്യൂസുകളോ നമ്മളുടെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ ADR സ്റ്റോക്കുകൾ മൂവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, മ്യൂച്വൽ ഫണ്ട്, ഇൻട്രാഡേയിൽ തന്നെ ചാർട്ടിൽ നിന്ന് ട്രേഡ് ചെയ്യാം. ഈ ഓപ്ഷനൊക്കെ ചാർട്ടിൽ നിന്ന് ട്രേഡ് ചെയ്യാം അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പണിംഗ് ഫ്രീ ആണ്. ടാറ്റ ഗ്രൂപ്പാണ് ബാക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. JSW സ്റ്റീൽ അവർ 15,750 കോടിയുടെ ഒരു ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ള GFE സ്റ്റീലായിട്ട് സൈൻ ചെയ്തു. ONGC കമ്പനി പെട്രോനെറ്റായിട്ട് 15 ഇയറിലെ ഒരു ലോങ് ടൈം ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് IEX അവരുടെ ട്രേഡിംഗ് വോളിയം ഏകദേശം ഒരു 17% ഇയർ ഓൺ ഇയർ വർധനവ് രേഖപ്പെടുത്തിയതായിട്ട് കമ്പനി അറിയിച്ചു. JK സിമെൻറ്റ് അവരുടെ പുതിയ പ്ലാന്റ് അവർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 3.3 മില്യൺ മെട്രിക് കപ്പാസിറ്റി ഉള്ള പ്ലാന്റൊക്കെയാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. പേസ് ഡിജിടെക് കമ്പനി ഇവർക്ക് 100 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതായിട്ട് കമ്പനി അറിയിച്ചു. റെയിൽടെൽ കമ്പനി മുംബൈയിൽ നിന്ന് മെട്രോപൊളിറ്റൻ റീജിയനിൻ്റെ ഭാഗത്തു നിന്ന് 50 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ആർവീനിലും സദേൺ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് 245 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. പൈൻ ലാബ് കമ്പനി കഴിഞ്ഞ തവണ 32 കോടി രൂപ ലോസ് ഉണ്ടായ കമ്പനി ഇത്തവണ 6 കോടി രൂപ പ്രോഫിറ്റ് രേഖപ്പെടുത്തി. നെക്ടാർ ലൈഫ് സയൻസ് കമ്പനി ഷെയർ ബൈബാക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻഡിഗോ ഈ ക്യാബിൻ ക്രൂഡ് ഷോർട്ടേജ് കൊണ്ട് ഏകദേശം 100ഓളം ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തതായിട്ട് കമ്പനി അറിയിച്ചു. ബെസ്റ്റ് അഗ്രോ ലൈഫ് കമ്പനി 1:2 എന്ന റേഷ്യോയിൽ ബോണസ് ഇഷ്യൂവും 1:10 എന്ന റേഷ്യോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റും ചെയ്യുന്നുണ്ട്. മുക്ക പ്രോട്ടീൻ കമ്പനി അവർക്ക് 475 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകൾ. അപ്പോൾ നിങ്ങളുടെ ട്രേഡിംഗ് ഗ്രൂപ്പുകളിലേക്ക് സുഹൃത്തുക്കൾക്ക് ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. വൈകിട്ട് കാണാം. താങ്ക് യു.